നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോയിൽ മാർക്കറ്റ് കറക്ഷൻ വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒരു ബിഗിനറൊക്കെ ആണെങ്കിൽ നേരിട്ട് പോയി ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്ക് ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തി പഠിച്ച് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നേക്കാളും ഒരുപാട് എളുപ്പമാണ് നമുക്ക് ETF ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ETF എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ പോകും. അതിൻ്റെ ഫുൾ ഫോമാണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. അതായത് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു എക്സാക്ട് കോപ്പിയാണെന്ന് പറയാൻ സാധിക്കും. അതായത് ഒരു ബാസ്ക്കറ്റ്, ഇതൊരു കമ്പനി ആയിരിക്കും അത് മാനേജ് ചെയ്യുന്നത്. അതിൻ്റെ കമ്പനിയുടെ പേര് നമുക്ക് മുമ്പോട്ട് പോകുമ്പോഴത്തേനും കാണാൻ സാധിക്കും. ആ ഒരു ബാസ്ക്കറ്റിൻ്റെ അകത്ത് ഒരുപാട് സ്റ്റോക്കുകളുണ്ടാകും. അപ്പോൾ ഒരുപക്ഷെ ആ ഒരു ബാസ്ക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫാർമ സെക്ടറിലുള്ള കമ്പനീസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിഫ്റ്റി 50-ലെ 50 കമ്പനികളായിരിക്കും. അങ്ങനെ പല പല ബാസ്ക്കറ്റുകൾ നമ്മുടെ ഫ്രണ്ടിലുണ്ട്. അതിൻ്റെ അകത്തൊരു നല്ല വാല്യുവേഷനിൽ കിട്ടുന്ന ഒരു ബാസ്ക്കറ്റാണ് എംഒ റിയാലിറ്റി. അപ്പം ഇതെന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്? നമുക്ക് ഈ പേരിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. മോട്ടിലാൽ ഓസ്വാളിൻ്റെ റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു ETF ആണ്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ്? ഇത് സ്റ്റാർട്ട് ചെയ്തത് 2024-ലാണ്. 65 കോടി രൂപയാണ് ഇതിൻ്റെ അകത്ത് ഇതുവരെ ഇൻവെസ്റ്റ് ആയിരിക്കുന്നത്. 10 സ്റ്റോക്കുകളാണ് ഈ ഒരു ബാസ്ക്കറ്റിൻ്റെ അകത്തുള്ളത്. മോട്ടിലാൽ ഓസ്വാളിൻ്റെ എന്ന കമ്പനിയുടെയാണ്. നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്ത് മാർച്ച് 2024-ലാണെങ്കിലും നമുക്ക് ഇതുവരെ എത്ര ശതമാനം റിട്ടേൺ കിട്ടിയിട്ടുണ്ട്? 20% സംതിങ് റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓൾ ടൈം ഹൈ എത്രയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? 115 എന്ന ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എത്രയിലാണ് കിട്ടുന്നത്? നമുക്ക് ഏകദേശം 100 രൂപ 103 രൂപ റീജിയനിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 15% ഡിസ്കൗണ്ടിലാണ് നമുക്ക് ഇത് ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. താല്പര്യം ഉണ്ടെങ്കിൽ എൻട്രി എടുക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക ലോങ് ടൈമിലേക്ക്. അപ്പോൾ എന്താണ്, വോളിയം ഉണ്ടോ? നല്ല ലിക്വിഡിറ്റി ഉണ്ട്. 8.39 ലാക്ക് വോളിയം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ട്രേഡിംഗ് വോളിയം. അതുപോലെ തന്നെ നമ്മൾ ഒരു 103 രൂപ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അകത്ത് കൂടുതലായിട്ടും റിയൽ എസ്റ്റേറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന കമ്പനികളായ DLFിലായിരിക്കും നമ്മുടെ ഏകദേശം 23 രൂപ 24 രൂപ പോകുന്നത്. ഫോണിക്സ് ലിമിറ്റിലായിരിക്കും 15 രൂപ പോകുന്നത്. അപ്പം അങ്ങനെ ഓരോ കമ്പനിയിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ എന്താണ്, നമുക്ക് ഒരു ഇൻഡിവിജ്വൽ കമ്പനി ഇച്ചിരി ഒരു എന്തെങ്കിലും പ്രോബ്ലംസോ എന്തെങ്കിലും ലോസ് മേക്കിംഗ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ബാക്കിയുള്ള കമ്പനികൾ നമ്മുടെ പോർട്ട്ഫോളിയോനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ ETF-ൻ്റെ മൂവ്മെൻറ്റ് നിയന്ത്രിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഒരു ETF ആണ് ഓയിൽ ആൻഡ് ഗ്യാസ് ETF, ഓയിൽ ETF എന്നാണ് പേര്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതും ജൂലൈ 2024 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പം ജസ്റ്റ് 2-3 മാസമായിട്ടുള്ളൂ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ട്. നമുക്ക് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അതേ പോയിന്റിൽ തന്നെയുണ്ട്. അപ്പം ഇതെന്താണ്, ഇത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ബൈയിങ് ആക്ടിവിറ്റി 95% വരുന്നുണ്ട്. വോളിയം എത്രയാണ്? നല്ല ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ICICI ബാങ്ക് നമുക്ക് തരുന്ന നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ETF ആണ്. അപ്പോൾ നമുക്കിത് ടോട്ടലായിട്ട് 35 കോടി ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 15 കമ്പനികളിലേക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നത്. 2024-ലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതുവരെ റിട്ടേൺ ഒന്നും തന്നില്ലെങ്കിലും തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡൈവേഴ്സിഫിക്കേഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്. റിലയൻസിലേക്കാണ് നമ്മുടെ കൂടുതൽ എമൗണ്ടും പോകുന്നത്. ഏകദേശം 30% എമൗണ്ട് നമ്മുടെ റിലയൻസിലേക്കാണ് പോകുന്നത്. ബാക്കി ONGCയിലേക്ക് 16%, BPCL, IOC, ഗെയിൽ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഓയിൽ. അപ്പം തീർച്ചയായിട്ടും വലിയ വലിയ കമ്പനികളിലേക്ക് ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലേക്കാണ് പോകുന്നത്. അപ്പം ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടർ തീർച്ചയായിട്ടും നമുക്ക് ഫ്യൂച്ചറിൽ ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സെക്ടർ മുകളിലേക്ക് പെർഫോം ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ETF നമ്മൾ കണ്ടെത്തുന്നതിന് നല്ല ഒരു മെത്തേഡ് ഞാൻ ഷോർട്ട് ടൈം അഡ്വാൻസ്ഡ് SIP എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ലോങ് ടൈം അഡ്വാൻസ്ഡ് SIP. അത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ വാട്സപ്പിൻ്റെ നമ്പറുണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. താഴെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നമ്പറുണ്ട്, അവിടെ വന്ന് ജോയിൻ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സെക്ടർ. നമുക്ക് നെക്സ്റ്റ് നമ്മുടെ പെർഫോമൻസിലേക്ക് വരുന്നതാണ്. നല്ലൊരു പെർഫോമൻസ് ഫ്യൂച്ചറിൽ തരാൻ സാധ്യതകളുള്ള ഒരു സെക്ടറാണ് ഗ്രോ ഇലക്ട്രിക് വെഹിക്കിൾ. അപ്പോൾ ഗ്രോ എന്ന് പറഞ്ഞാൽ ഡിമാറ്റ് അക്കൗണ്ട് കമ്പനി ഒരു ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഒരു ETF ഇറക്കിയിരുന്നു. അതിനാണ് ഗ്രോ EV എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തുള്ളൂ ഓഗസ്റ്റിൽ. ഇപ്പോൾ ഒക്ടോബറിലേക്ക് വരുമ്പോഴത്തേനും 3.54% റിട്ടേൺ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല ബൈയിങ് ആക്ടിവിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല വോളിയം ഉണ്ട്. ലിക്വിഡിറ്റിക്കൊന്നും ഒരു കുറവുമില്ല. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്രയും പെട്ടെന്ന് തന്നെ 177 കോടിയിലേക്ക് വന്നു. ആൾക്കാർ ഇലക്ട്രിക് വെഹിക്കിളിൽ ഓരോ കമ്പനികൾ എടുത്തെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് സിംപ്ലിഫൈ ചെയ്ത് ഇവർ നല്ലൊരു ബാസ്ക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 33 സ്റ്റോക്കുകളുള്ള ഒരു ETF ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഹോൾഡിങ്സ് നോക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ടാറ്റ മോട്ടോഴ്സ് നമുക്കിപ്പോൾ ഡിസ്കൗണ്ടിൽ കിട്ടുന്നു. അതുപോലെ തന്നെ ബജാജ് ഓട്ടോയിലേക്ക് 9%, മാരുതി, M&M, LTTS. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഏകദേശം ഒരു 40% വലിയ കമ്പനികളിലേക്ക് തന്നെ പോയി. ബാക്കി റിലയൻസ് ഉണ്ട്. അപ്പം എല്ലാം ഇലക്ട്രിക് വെഹിക്കിൾ മാത്രമല്ല, ഇലക്ട്രിക് വെഹിക്കിളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബാറ്ററി കമ്പനികൾ, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ മേക്കിംഗ് കമ്പനീസ്, പിന്നെ വലിയ ദിഗ്ഗജ് കമ്പനിയായ റിലയൻസ്, അതിനെ സപ്പോർട്ടിംഗ് കമ്പനീസ്, ഇതെല്ലാം ഈ ഒരു പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു നല്ല ഫ്യൂച്ചറിൽ നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള കമ്പനിയാണ്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീക്കിൽ PSU ETF-നെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. തീർച്ചയായിട്ടും PSU സെക്ടറും നല്ല വാല്യുവേഷനിലാണ് കിട്ടുന്നത്. ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനൊരു സിബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല, എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവർ നിങ്ങൾ ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്താൻ
ഭയങ്കര മടി കാണുന്നു, കമൻറ്റ് അറിയിക്കുക. എങ്കിൽ മാത്രമേ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു റിപ്ലൈ, നിങ്ങൾ എങ്ങനെ പോകുന്നു, നല്ല രീതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് എൻട്രി എടുത്തതിന് ശേഷം നെക്സ്റ്റ് വീക്കിൽ തന്നെ നമ്മൾ പ്രോഫിറ്റ് കാണുക എന്നതിന് ഉപരിയായിട്ട് നല്ല ഡിപ്പ് കിട്ടുന്ന സമയത്ത് നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകൾ, നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതനുസരിച്ച് കുറേശ്ശെ എമൗണ്ട്, ഇതിപ്പോൾ 1000 രൂപയായിരിക്കാം, 5000 രൂപയായിരിക്കാം, കുറേശ്ശെ ആഡ് ചെയ്ത് നല്ലൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. കുറച്ച് അത്യാവശ്യം 10-15% റിട്ടേൺ കിട്ടുന്ന സമയത്ത് കുറച്ച് വേണമെങ്കിൽ വിൽക്കാം. അതിനുശേഷം വീണ്ടും നമ്മുടെ പോർട്ട്ഫോളിയോ ബാക്കിയുള്ളത് വീണ്ടും ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.